നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലൂടെയും വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലത്തിലൂടെയും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്യുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പ്രകൃതി രമണീയമായ കായലും കടലും അതിരിടുന്ന ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭ ഭീഷണിയെ ചെറുക്കാനും വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതിയുടെ ഭാഗമായ പുനരധിവാസത്തിനുമൊക്കെയായി സർക്കാർ മാതൃകാപരമായ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയത്. മണ്ഡലത്തിലെ വിദ്യാഭ്യാസം, ഗതാഗതം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും മത്സ്യ ഉൽപാദന വിതരണ രംഗത്തും ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കൂടുതൽ വികസന പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. കിഫ്ബി വഴി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ചിറയൻകീഴ് മണ്ഡലത്തിൽ നടന്നു വരികയാണ്. കുറേയേറെ പദ്ധതികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ചിറയൻകീഴ് മേൽപ്പാലം, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ലൈന് കുറുകെ നിലവിലുണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ദീർഘകാലമായി ചിറയൻകീഴ് നിവാസികളുടെ വലിയൊരു ആവശ്യമായിരുന്നു ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുക എന്നുള്ളത്. അതിന് സ്ഥലമെടുപ്പ് ജോലികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ഏകദേശം 34 കോടി രൂപ ROB നിർമ്മിക്കുന്നതിന് വേണ്ടി, റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ആരംഭിക്കുകയും ഈ വരുന്ന 25-ാം തീയതി അത് പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ഏറ്റവും നമ്മുടെ ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന സർക്കാർ ആശുപത്രികളിലൊന്നാണ്. വളരെ കൂടുതൽ 3000-നും 4000-നും ഇടയിൽ OP ഉള്ള ഒരു സർക്കാർ ആശുപത്രി കൂടിയാണ്. ആ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ അവിടുത്തെ സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 70 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട്, അത് കിഫ്ബി ഫണ്ടാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് ഈ 28-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 7 നില കെട്ടിടം പണി പൂർത്തീകരിച്ച് അതിനകത്ത് സർജറിക്ക് ആവശ്യമായിട്ടുള്ള തിയേറ്ററുകൾ, അതുപോലെ ഡയാലിസിസ് സെൻറ്റർ, അതുപോലെ കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള വാർഡുകൾ, അതുപോലെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ആധുനിക എക്യുപ്മെൻറ്റ്സുകൾ അടക്കം ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെയും പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുകൂടാതെ നമ്മുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തോന്നയ്ക്കൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ബയോളജി പാർക്ക് അതിനകത്ത് ഇപ്പോൾ സയൻസ് ആൻഡ് ബയോളജി പാർക്കിൽ ഇപ്പോൾ നിരവധി
സംരംഭങ്ങൾ സർക്കാർ പൊതുമേഖലയിലും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ മേഖലയിലുമുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നിരവധി ഫേമുകൾ ഇപ്പോൾ തന്നെ 70ഓളം സ്ഥാപനങ്ങൾ ലൈഫ് സയൻസ് പാർക്കിനകത്ത് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അവിടെയും ഏതാണ്ട് 1000 കോടി രൂപയിലധികം 1100 കോടിയോളം രൂപയുടെ മുതൽ മുടക്കാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്നത്. അത് കിബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രധാനപ്പെട്ട സംരംഭങ്ങൾ, പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നടത്തി. ഇതുകൂടാതെ പ്രധാനപ്പെട്ട നമ്മുടെ റോഡുകൾ, നിരവധി റോഡുകൾ കിബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറ്റിങ്ങൽ ചിറയൻകീഴ് കടയ്ക്കാവൂർ റോഡ്, അതുപോലെ തന്നെ ആലങ്കോട് കടയ്ക്കാവൂർ അഞ്ചുതെങ്ങ് റോഡ് തുടങ്ങിയിട്ടുള്ള റോഡുകളെല്ലാം നബാർഡ് കിബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കുകയാണ്. ഇതുകൂടാതെ നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ, മിക്കവാറും ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിലെ ഏതാണ്ട് 43ലധികം സ്കൂൾ കെട്ടിടങ്ങൾ കിബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാം വലിയ 3 കോടി 4 കോടി ഒക്കെ തുകകൾ ചെലവഴിച്ചാണ് പല സ്കൂൾ കെട്ടിടങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. ചില കെട്ടിടങ്ങൾ ഇനിയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഇതുകൂടാതെ കിബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് തീരദേശ ഹൈവേ നമ്മുടെ ചിറയൻകീഴ് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. തീരദേശ ഹൈവേയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ നിലവിലുള്ള ശംഖുമുഖം, അതുപോലെ തന്നെ വേളി, പെരുമാതുറ, അഞ്ചുതെങ്ങ്, വർക്കല ഇങ്ങനെ പോകുന്ന തീരദേശ റോഡ്, കടലോരത്തോട് ചേർന്ന് പോകുന്ന റോഡ് അത് വികസിപ്പിച്ച് വീതി കൂട്ടി തീരദേശ ഹൈവേ ആയിട്ട് മാറ്റുന്നതിനുള്ള വലിയൊരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രധാനമായിട്ടും നമ്മുടെ മണ്ഡലത്തിൽ തന്നെ അതിൻ്റെ സ്ഥലമെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പുനരധിവസിപ്പിക്കേണ്ടുന്ന, ഒഴിപ്പിക്കപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കെട്ടിട സംവിധാനങ്ങളും താമസ സൗകര്യവുമൊക്കെ ഒരുക്കുന്നതിനും അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ വാങ്ങി അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനൊക്കെയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടത് നടന്നു വരികയാണ്. ചിറയൻകീഴ് മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നതാണ് തീരദേശ ജലപാത TS കനാല്, പഴയ TS കനാല്. ആ TS കനാലിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ വർക്കല നിയോജകമണ്ഡലത്തിൽ വർക്കല തുരപ്പെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ വർക്കല തുരപ്പ് ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ ജലഗതാഗത രംഗത്ത് ഒരു വലിയ വഴിത്തിരിവാകുന്ന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന ആ തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങളും കിബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റിനോവേഷൻ പ്രവർത്തനങ്ങളും അതിന് കുറുകെയുള്ള പാലങ്ങൾ, മറ്റ് സമീപ നടപ്പാതകൾ, റോഡുകൾ തുടങ്ങിയിട്ടുള്ളവ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്നുണ്ട്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കിബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
വികസന തുടർച്ചയുടെ അടുത്ത യാത്ര വയനാട് ജില്ലയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ വീരപഴശ്ശിയുടെ ഓർമ്മകൾ തുടിക്കുന്ന മാനന്തവാടി നിയോജക മണ്ഡലത്തിലൂടെയാണ്. ടൂറിസം സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും മലയോര മേഖല എന്ന നിലയിലും വലിയൊരു ശതമാനം ആദിവാസി ജനവിഭാഗങ്ങൾ വസിക്കുന്ന പ്രദേശം എന്ന നിലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാനന്തവാടി ദീർഘകാലം പിന്നിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി നടപ്പാക്കുന്ന നൂതനവും ബൃഹത്തുമായ പദ്ധതികൾ മാനന്തവാടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് പുതിയ ഊർജം പകർന്നിരിക്കുകയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൽ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായതാണ്. ഒരു വികസന കുതിപ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സമസ്ത മേഖലയിലും അതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന് ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കിഫ്ബിയുടേതാണ്. അപ്പോൾ നല്ല മാറ്റമാണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് കിഫ്ബി തന്നെയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിഫ്ബിയിലൂടെ ഈ തരത്തിൽ ഫണ്ട് അനുവദിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അതിവേഗത്തിൽ പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നത്. കിഫ്ബിയുടെ ഒരു പ്രത്യേകത, ഒരു സവിശേഷത അത് തന്നെയാണ്. വികസന തുടർച്ച അടുത്തതായി യാത്ര ചെയ്യുന്നത് ധീരദേശാഭിമാനികളുടെയും പോരാട്ടങ്ങളുടെയും വീര ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലൂടെയാണ്. കൂത്തുപറമ്പ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഒരുപക്ഷെ ചരിത്രത്തിലെ ചില നിർണായക ഏടുകളാകാം. എന്നാൽ ഇന്ന് മണ്ണ് വികസനത്തിന്റെ പുതിയ ചരിത്രം രചിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത്ഭുതപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി നടപ്പിലാക്കിയത്. ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ദേശീയ നിലവാരത്തിലുള്ള പദ്ധതികളാണ് നിറവേറ്റിയത്. ഗതാഗത രംഗത്തും മറ്റ് അടിസ്ഥാന വികസന രംഗത്തും മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം.
വികസന രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്ക് അവകാശപ്പെട്ട വിഹിതം, വിവിധ മേഖലകളിലെ ഫണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ തന്നെ അതിനൊരു ശക്തമായ ബദൽ എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് കിഫ്ബി. ആ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലും വലിയ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വയനാട് ജില്ലയിലും ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഗതാഗത രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ടൂറിസം രംഗത്ത്, കുടിവെള്ള വിതരണ രംഗത്ത് എല്ലാം തന്നെ അഭൂതപൂർവമായിട്ടുള്ള വികസന മുന്നേറ്റമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി അസംബ്ലി മണ്ഡലം. മാനന്തവാടിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളും മാനന്തവാടി മുനിസിപ്പാലിറ്റിയും ചേരുന്ന മാനന്തവാടി നിയോജകമണ്ഡലം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു നാടാണെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് ഏകാധിപത്യത്തിനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള പഴശ്ശിയുടെ വീരേതിഹാസം രചിച്ച ഒരു നാടാണ് മാനന്തവാടി. പഴശ്ശിരാജ അന്ത്യവിശ്രമം കൊള്ളുന്ന മാനന്തവാടിയിൽ പ്രിയപ്പെട്ട ശ്രീ OR കേളു MLA ആയതിനു ശേഷം വയനാടും മാനന്തവാടിയൊക്കെ പിന്നോക്കമാണ് എന്നുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ചൊല്ലുണ്ടായിരുന്നു. അതിൽ നല്ല മാറ്റം വന്നു. ഏതൊരു നിയോജക മണ്ഡലത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കിഫ്ബി എന്ന ആ ഒരു വലിയ ആശയം നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സാധ്യമായത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ സാമ്പത്തിക ഞെരുക്കം നമ്മളെ നേരിടുന്ന രീതിയിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കൊണ്ട് നമുക്ക് വലിയ പ്രയാസം നേരിടുമായിരുന്നതിനെ ഒരു പരിധിവരെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന മുന്നേറ്റം സാധ്യമാക്കിയത് കിഫ്ബി ഫണ്ട് കൊണ്ടാണെന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് മാനന്തവാടി മണ്ഡലം എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.